അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ശ്രീ പിണറായി വിജയൻ ഇതൊന്ന് സംഘടിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് അവിടെ ഇല്ല. എല്ലാ മതസ്ഥരും അവിടെ പോയി പ്രാർത്ഥന നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു ക്രിസ്ത്യാനിയെയോ മുസ്ലിമിനെയോ പങ്കെടുപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? കാരണം ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഹൈന്ദവ വോട്ടുകൾ സ്വരൂപിക്കുക, ഇത് ഹൈന്ദവന്റെ പ്രസ്ഥാനമാണ്, ഞാൻ ഹൈന്ദവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, ഒരൊറ്റ ഹിന്ദു വോട്ടും മുസ്ലിം കാൻഡിഡേറ്റ്സിനോ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനോ UDFന്റെ കാൻഡിഡേറ്റ്സിനോ പോകരുത് എന്നുള്ളതിൻ്റെ ഒരു നിഷ്കർഷയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിനുവേണ്ടി അദ്ദേഹം നേരത്തെ ചില ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് UDF ഭരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ SNDPക്ക് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കെട്ടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ UDF ഭരണം വന്നാൽ പിന്നെല്ലാം മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് എന്നുള്ളത് അവിടെ സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം കോട്ടയത്ത് നിന്നുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി, UDFന്റെ ഭരണകാലത്ത് കോട്ടയം ജില്ലയിൽ SNDPക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ UDF ഭരണം ക്രിസ്ത്യൻ മുസ്ലിം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം പറയിച്ചു. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി തൻ്റെ സ്വന്തം ആളാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിയോട് സമീപത്തിരുത്തി കൊണ്ടുവന്നാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഉദ്ദേശം വ്യക്തമാണ്. അപ്പോൾ നേരത്തെയൊക്കെ മുസ്ലിം വോട്ടിന് വേണ്ടി അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തി, അത് വിജയിച്ചു. പക്ഷേ ഇക്കുറി മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഒരു തനി ഹിന്ദു ആഘോഷമാക്കി അതിനെ മാറ്റിയത്. അങ്ങനെ ഒരൊറ്റ വോട്ട് പോലും UDFന് പോകാതെ തൻ്റെ മുന്നണിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.